MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ പ്രീമിയർ ലീഗിൽ നടന്ന മത്സരമായിരുന്നു ആഴ്സണൽ വേഴ്സസ് വെസ്റ്റ് ഹാം. ഇന്നലെ ആഴ്സണൽ വെസ്റ്റ് ഹാമിനെ 2 ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ആഴ്സണലിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഡെക്ലാൻ റൈസ്, ബുക്കായ സക്ക എന്നിവരായിരുന്നു. ഇന്നലെ സക്ക നേടിയ ഗോൾ ഒരു പെനാൽറ്റി ഗോളായിരുന്നു 67ാമത്തെ മിനിറ്റിൽ. അതുപോലെ തന്നെ ഇന്നലെ ഡെക്ലാൻ റൈസ് 38ാമത്തെ മിനിറ്റിലായിരുന്നു ഇന്നലെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ താരം ഇന്നലെ സെലിബ്രേഷൻ ഒന്നും നടത്തിയിരുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ തൻ്റെ പഴയ ക്ലബ്ബ് ആയിട്ടുള്ള വെസ്റ്റ് ഹാമിനെതിരെയായിരുന്നു ഇന്നലെ താരം കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ താരം ഇന്നലെ സെലിബ്രേഷനുകളൊന്നും നടത്തിയിരുന്നില്ല. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ആഴ്സണൽ കളിച്ചിരുന്നത്. ഇന്നലെ കളി മുഴുവനും നിയന്ത്രിച്ചിരുന്നത് അത് ആഴ്സണൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരം ബുക്കായ സക്കയുടെ 200ാമത്തെ പ്രീമിയർ ലീഗ് മത്സരമായിരുന്നു. ഇതിൽ നിന്നാണ് താരം ഇന്നലെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബുക്കായ സക്ക കളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരം ആഴ്സണൽ പരിശീലകൻ്റെ 300ാമത്തെ മത്സരം കൂടിയാണ് ആർട്ടയുടെ. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ആഴ്സണലിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള മാർട്ടിൻ ഒഡ്ഗാർഡിന് പരിക്കേറ്റ് പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു മികച്ച കളിക്കാരൻ തന്നെയായിരുന്നു മാർട്ടിൻ ഒഡ്ഗാർഡ്. ഇത് താരത്തിന് വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൻ്റെ സ്ഥിതി വിവര കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ആഴ്സണലിൻ്റെ നോക്കാം. ഇന്നലെ ആഴ്സണലിന് 68% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു. അവർ ഷോട്ടുകൾ ഉതിർത്തത് 15 എണ്ണമാണ്. ടാർഗറ്റിലേക്ക് പോയത് 7 എണ്ണം. അതുപോലെ തന്നെ 6 കോർണർ ഫൗൾ കമ്മിറ്റ് ചെയ്തത് 8 എണ്ണം. മറുവശത്ത് വെസ്റ്റ് ഹാമിന് 32% അവർക്കുണ്ടായിരുന്ന പൊസിഷൻ. എന്നാൽ അവർ 3 ഷോട്ടുകൾ ഉതിർത്തപ്പോൾ ടാർഗറ്റിലേക്ക് 1 എണ്ണം പോലും അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 2 കോർണർ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൗൾ ചെയ്തിട്ടുള്ളത് 10 എണ്ണമായിരുന്നു. ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ആഴ്സണൽ കളിച്ചിരുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.